ഇസ്ലാമിൻ്റെ ഉദയത്തോടുകൂടി പെട്ടെന്നൊരു തളർച്ചയുണ്ടായി. അതിൻ്റെ ഫലം മതത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലുമായി ഒതുങ്ങി നിന്നില്ല. അത് വാണിജ്യത്തിലേക്കും ശാസ്ത്രത്തിലേക്കും കൂടി വ്യാപിച്ചു. മുസ്ലിം വ്യാപാരികൾക്ക് പ്രവാചകൻ തന്നെ അവരിൽ ഒരാളായിരുന്നതിനാൽ വലിയ ബഹുമാന്യ സ്ഥാനമുണ്ടായിരുന്നു. 7-ാം ശതകത്തിൻ്റെ അവസാനത്തിന് മുമ്പ് മുസ്ലിം വ്യാപാരികളുടെ ഒരു കോളനി സിലോണിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. 758 കാന്റണിൽ ഒരു ലഹളയുണ്ടാക്കി അതിൻ്റെ കുഴപ്പത്തിൽ നിന്നും മുതലെടുക്കാൻ തക്കവണ്ണം അവിടെ കുടിയേറി പാർത്ത പേർഷ്യക്കാരുടെയും അറബികളുടെയും സംഖ്യ അത്രമാത്രം ഉണ്ടായിരുന്നു. മാഗിയൻ വംശജനായ ഇബ്നു കാർദാബെ എന്ന ഒരു പേർഷ്യൻ മുസ്ലിമാണ് ഇവിടെ പരാമർശിക്കപ്പെടേണ്ട ആദ്യത്തെ എഴുത്തുകാരൻ. 844-നും 348-നും ഇടയ്ക്ക് രചിച്ചതും 385-ൽ പുതുക്കിയതുമായ ബുക്ക് ജഫ് റൂട്ട്സ് ആൻഡ് കിങ്ഡംസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിഷയത്തിൽ വിപുലമാണെങ്കിലും വസ്തുതകളെ വിരസമായും പലപ്പോഴും അപൂർണമായിട്ടും ആണ് അവതരിപ്പിക്കുന്നത്. അടുത്തതായി പേർഷ്യൻ ഉൾക്കടലിലെ സിറാഫിലുള്ള അബൂ സയ്ദ് പസ്സന്. അദ്ദേഹം ഒരു വലിയ സഞ്ചാരിയായിരുന്നില്ലെങ്കിലും വളരെയധികം സഞ്ചരിച്ചിട്ടുള്ള വ്യാപാരികളെയും പണ്ഡിതന്മാരെയും കാണുവാൻ സന്ദർഭങ്ങൾ ഉണ്ടായി. പ്രശസ്തനായ മസൂദിയും അവരുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഭാരതത്തെയും ചൈനയെയും സംബന്ധിച്ച് മുമ്പുണ്ടായിട്ടുള്ളൊരു ഗ്രന്ഥത്തിൽ തൻ്റെ പഠനത്തിലും പൗരസ്ത്യ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകളുമായുള്ള സംഭാഷണങ്ങളിൽ നിന്ന് സിദ്ധിച്ച വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് തൻ്റെ ഉദ്ദേശമെന്നും അബൂ സയ്ദ് 916-ൽ പറയുന്നു. 851-ലെ കൃതി എഴുതിയ അബൂ സയ്ദിൻ്റെ മുൻഗാമി സുലൈമാൻ എന്ന വ്യാപാരിയായിരുന്നു എന്ന് പലപ്പോഴും കരുതപ്പെടുന്നു. എന്നാൽ ആ അജ്ഞാത ഗ്രന്ഥകാരന് പലരിൽ നിന്നും വിവരങ്ങൾ നൽകിയവരിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം എന്നു കരുതുകയായിരിക്കും ശരി. അബൂ സയ്ദിനും മസൂദിക്കും അല്പം മുമ്പ് ജീവിച്ചിരുന്ന 10-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ മറ്റൊരു എഴുത്തുകാരനായ ഇബ്നു അൽ ഫക്കിയും ഈ അജ്ഞാതനായ എഴുത്തുകാരിൽ നിന്ന് വളരെയൊക്കെ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പരസ്പരം വലിയ തോതിൽ പകർത്തുക എന്നത് അറബി എഴുത്തുകാരുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് 10-ാം നൂറ്റാണ്ടിലെ മറ്റധികം ഗ്രന്ഥകാരന്മാരുടെ കൃതികൾ നാം വളരെയൊന്നും നോക്കേണ്ടതില്ല. വിശുദ്ധനായ അൽ ബിറൂനി 1030 ദക്ഷിണ ഭാരതത്തെപ്പറ്റി വളരെയൊന്നും എഴുതിയിട്ടില്ല. പ്രസിദ്ധ ചരിത്രകാരനും ഭൂമിശാസ്ത്രകാരനുമായ അബുൽ ഫെദ 1273-1331 ഭാരതത്തെ സംബന്ധിച്ച അറിവിൻ്റെ വളർച്ചയ്ക്ക് പറയത്തക്ക സംഭാവനയൊന്നും നൽകിയിട്ടില്ല. സഞ്ചാരിയും ഭൂമിശാസ്ത്രകാരനുമായ ഇബ്നു സയ്ദിനെ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ദക്ഷിണ ഭാരതത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വളരെ ഹ്രസ്വവും അവ്യക്തവും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതുമാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒടുവിലത്തെ എന്നാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അറബി ഗ്രന്ഥകാരൻ ഇബ്നു ബത്തൂത്ത എന്ന അക്ഷീണനായ മൂറിഷ് അനുസത്തയാകാനാണ്.